ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യോഗ ടിപ്സ് ബൈ സൗമിനി. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എല്ലാവർക്കും. ഞാനൊരു ഹെൽത്ത് വർക്കറാണ്, ആശാ വർക്കറാണ്. ഞാൻ കുറച്ച് എക്സസൈസുകളൊക്കെ യോഗകളൊക്കെ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. ഇന്ന് ഞാൻ ചെയ്യാൻ വിചാരിച്ചത് ഫേസ് യോഗയാണ്. നമ്മളത് പ്രായം കൂടി വരുന്തോറും നമ്മുടെ മുഖത്തിന്റെ ചുളിവുകൾ കൂടുക, പിന്നെന്താ അങ്ങനെ തൂങ്ങി വരിക, നല്ല ഫിറ്റ് ആയിരിക്കണം. നമ്മ മുഖവും മറ്റ് കൈകാലുകളൊക്കെ ഒന്ന് ഫിറ്റ് ആയിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ചുരുങ്ങി താഴ്ന്നു വരുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ചൊന്ന് കുറച്ചൊരു മെനക്കെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫിറ്റായൊരു ഒരു ബോഡി നമുക്ക് കിട്ടും. കാരണം മുഖത്തിനൊക്കെ നല്ലൊരു ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ഒരു സുഖമല്ലേ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒരു ഫേസ് യോഗ ചെയ്യുക. ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുക. ഞാൻ എൻ്റെ നാട്ടിൻ പ്രദേശത്തുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. എന്നാലും മറ്റുള്ള ആളുകൾക്കും അത് കാണുകയും ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക അല്ലേ. നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു എണ്ണമയുള്ള മുഖത്ത് എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കണം. അല്ലാണ്ട് റഫായിരിക്കും മുഖം. അപ്പോൾ അത് ശരി നന്നായിട്ട് കോക്കനട്ട് ഓയിലായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഫേസ് ക്രീമുകളായാലും കുഴപ്പമില്ല. എന്തായാലും ഒരു മയം കിട്ടുന്ന എന്തെങ്കിലും ഒന്ന്, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. എന്തെങ്കിലും ആ ക്രീം വാങ്ങി പുരട്ടുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഫേസ് ക്രീം എടുത്തിട്ട് ചെയ്യാം. അപ്പം ഞാനൊരു ചെറിയൊരു ക്രീമാണ് എടുത്തത്. എങ്കിലും ഒരു പോൺസിൻ്റെ ഒരു ക്രീമാണ് എടുത്തത്. പിന്നെ ഞാൻ സാധാരണ വെളിച്ചെണ്ണയൊക്കെയാണ് ഉപയോഗിക്കൽ. നമ്മൾ കുളിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് ഒരു 10 മിനിറ്റ് സമയം കിട്ടുന്ന സമയത്ത് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പം അന്നപ്പം നമ്മൾ വെളിച്ചെണ്ണ മേലെ ശരീരത്തിലൊക്കെ പുരട്ടുമ്പോൾ തലയിലൊക്കെ പുരട്ടുന്ന സമയത്ത് അതുകൊണ്ട് ചെയ്താലും മതി. അപ്പം എന്തായാലും ഒരു മയം കിട്ടണമെന്നേ ഉള്ളൂ മുഖത്തിന്. വേറെ ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. എൻ്റെ അടുത്തിലൊന്ന് ഈ മുഖം ഒന്ന് ഫിറ്റ് ആയിരിക്കണം. അപ്പൊ ഈ മാംസപേശികളൊക്കെ അവിടെയുള്ള അതൊക്കെ ഒന്ന് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ ഈ തൂങ്ങി നിൽക്കുന്ന മുഖത്തിന്റെ ഈ കുറെ ഇവിടെയുള്ള ഭാഗങ്ങൾ ചുളിവുകൾ, നെറ്റിയിലൊക്കെ നല്ല ചുളിവുകളുണ്ട്. ആ ചുളിവുകളൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു ഫിറ്റായൊരു മുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് യോഗ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാനിന്ന് ഒരു ക്രീമാണ് എടുത്തത്. ആ ക്രീം എടുത്തിട്ട് നമ്മൾ ഈ വിരളിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കണം. മറ്റേത് റഫായിരിക്കും മുഖത്തിന് കിട്ടുക, അനുഭവപ്പെടുക. എന്നിട്ട് നമ്മൾ ഈ 2 വിരൽ ചെവിക്ക് ബാക്കിൽ വെക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ ഈ 3 വിരൽ പുറത്തോട്ടും 2 വിരൽ ഉള്ളിലോട്ടും, അവിടെ 2 ഭാഗം അങ്ങനെ തന്നെ. എന്നിട്ട് നന്നായിട്ട് ഈ വിരല് ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഈ ചെവിന്റെ ഫ്രണ്ടിലും ഈ 2 വിരലുകൾ ചെവിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അത് ഇങ്ങനെ തടിയിലേക്ക് വന്നോട്ടെ അത് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു മുരുവായിട്ടൊക്കെ നിൽക്കുമല്ലോ ചിലർ ചെവിന്റെ സൈഡിലൊക്കെ, അതൊക്കെ അങ്ങ് പോയി കിട്ടും. ഞാൻ കുറേ പ്രാവശ്യം ഒരു 10-30 സെക്കൻഡ് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഒരു 10-30 സെക്കൻഡ് ചെയ്തെങ്കിലേ അതിന്റെ ഒരു ഫലം കിട്ടുള്ളൂ. മറ്റേ 1-2 പ്രാവശ്യം ഇങ്ങനെ ആക്കി അങ്ങ് പോയാലൊന്നും അതിന്റെ ഗുണം കിട്ടുമൊന്നുമില്ല. നന്നായിട്ട് ഇവിടെ ഇങ്ങനെ നന്നായിട്ട് മസാജ്, ചെവിന്റെ ഈ 2 സൈഡിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 30 പ്രാവശ്യം തന്നെയെങ്കിലും, ഒരു 30 സെക്കൻഡ്, ഓരോ സെക്കൻഡിൽ ഓരോന്ന് വെച്ചുകൊണ്ട് 30 സെക്കൻഡ്, ഒരു 30 പ്രാവശ്യം നിങ്ങൾ എണ്ണിക്കൊണ്ട് 1 2 3 4 5 6 7 8 9 10. ഞാനൊരു 10 പ്രാവശ്യം ചെയ്തുള്ളൂ. ഒക്കെ നിങ്ങൾ കൂട്ടിയിട്ട് ചെയ്യാട്ടോ. ഈ എണ്ണ ആകുന്ന സമയത്ത് എന്താ ഒരു കുഴപ്പം വെച്ചാൽ നമ്മളെ കണ്ണിലേക്കൊക്കെ ഒരു സ്പ്രെഡ് ചെയ്തിട്ട് കണ്ണിന് ചെറിയൊരു ഇതായിരിക്കും കുറച്ച് സമയം, പിന്നെ അങ്ങ് പോകും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി എന്നിട്ട് ഈ താടി ഒന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇത് ചെയ്തതാണല്ലോ, അപ്പൊ താടിയുടെ അടുത്ത് നമ്മളിങ്ങനെ ഇങ്ങോട്ട് ആക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തതാണല്ലോ, അതുകൊണ്ട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങോട്ടൊക്കെ പോകണം. അതിൻ്റെ ആ ചുളിവുകൾ അങ്ങനെ അങ്ങ് പോകണം. ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക.
നമ്മൾക്ക് ഏതാണോ ഈസി വെച്ചാൽ ഇങ്ങനെ ആക്കാനാണ് ഈസി വെച്ചാൽ ഇങ്ങനെ ചെയ്യാം. ഇനി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നമ്മുടെ സൗകര്യമാണ്. എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ആ ഗുണം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് മുകളിൽ നിങ്ങൾ തുടങ്ങാം. കണ്ണട വെച്ചാൽ ശരിയാവില്ലല്ലോ. കണ്ണട ഉണ്ടെങ്കിലേ ശരിക്കും ക്ലിയർ ആവുള്ളൂ കാഴ്ച. ഇനി ഈ വിരലിനെ നമ്മൾ എന്താ ചെയ്യാം? നമ്മുടെ നെറ്റിക്ക് നന്നായി എനിക്കിന്നൊക്കെ നെറ്റിക്ക് നല്ല ചുളിവായിരുന്നു. ഇപ്പൊക്കെ എത്രയോ കുറഞ്ഞതാണ്. ഞാനും കുറച്ച് വൈകിയതിൻ്റെ ശേഷം ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ പൊട്ടും എടുത്ത് കളയട്ടെ അല്ലേ, എന്നെങ്കിലല്ലേ ശരിയാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇങ്ങനെയാണ് ചെയ്യുന്നത് നല്ലത് ശരിക്കും. പക്ഷെ എനിക്കത് അത്ര ഈസി അല്ല. ഞാൻ ഈ വിരൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം. എനിക്ക് അതിലേക്കാണ് ഇഷ്ടം ഈ വിരൽ. അവിടെ പിന്നെ നെറ്റിക്കായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ഞുളിവുകളില്ലേ, എനിക്കുണ്ട് ഞുളിവുകൾ. ആ ഞുളിവുകളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങനെ എടുക്കണം. മറ്റേ ഇങ്ങനെ ഒരേ രീതിയിൽ എടുക്കാണ്ട് ഒന്നിങ്ങനെ എടുക്കുമ്പോൾ ഒന്നിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പോവുക. ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ 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 നമ്മളിതിങ്ങനെ ദിവസം ഒരു 2 ദിവസവും ചെയ്യണം എന്നാണ്. ദിവസവും സമയം കിട്ടി 2 ദിവസം കൂടുമ്പോൾ തന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒക്കെ പുരട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഈ യോഗ എപ്പോഴും ചെയ്യാമല്ലോ. നമുക്ക് ഉച്ചയ്ക്കാ ചെയ്യാൻ പറ്റുന്ന ഉച്ചയ്ക്ക് ചെയ്യാമല്ലോ, വൈകുന്നേരമാണ് വൈകുന്നേരം, രാവിലെ ചെയ്യാൻ പറ്റും രാവിലെ, എപ്പം വേണം ചെയ്യാൻ തോന്നാലേ. ഇത് മറ്റു യോഗകളെ പോലെ വയറിൽ ഒന്ന് കാലിയായിരിക്കുന്ന സമയത്ത് ചെയ്യണം അങ്ങനത്തെ ഒന്നും നിർബന്ധമൊന്നും ഇല്ലല്ലോ ഫേസ് യോഗ ചെയ്യുന്നേരം. അപ്പം നമ്മളെ സൗകര്യം എപ്പോഴാണ് ചെന്നപ്പോൾ ചെയ്യാം കേട്ടോ. ഒരു 10 മിനിറ്റ് എപ്പോഴാണ് കിട്ടുമെന്ന് ചെന്നപ്പോൾ ചെയ്യുക. എപ്പോഴും ഇങ്ങനെ എടുക്കണം, അതാണ് ശരി. അതല്ല ഈ ഉന്തി നിൽക്കുന്ന നെറ്റിയൊക്കെ എനിക്ക് ശരിക്കും ഇങ്ങനെ ഉന്തി നിൽക്കുന്ന നെറ്റിയായിരുന്നു, പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. പക്ഷെ അതൊക്കെ എത്രയോ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം. പക്ഷെ എനിക്ക് മുടി കയറിയിട്ടാണ്, അതിന് നേരത്തെ അങ്ങനെ തന്നെയാണ്. അതൊരു പാരമ്പര്യമാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മേൻ്റെ സഹോദരിമാരെല്ലാവർക്കും ഇങ്ങനെ നെറ്റി കയറിയിട്ടാ. അതിൻ്റെ ഒരു പാരമ്പര്യമായിട്ട് എനിക്കും കിട്ടിയതാ. അപ്പൊ നമ്മളിങ്ങനെ പോവുക. അപ്പൊ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അതൊക്കെ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിങ്ങനെ ഒരുപാട് ഞാനൊരു ഏകദേശം 60 വയസ്സിനൊക്കെ അടുത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ അത്രയ്ക്കൊക്കെ അങ്ങ് തോന്നുന്നുണ്ടോ? ഞാനങ്ങനെ അതിനൊക്കെ ചെയ്യുന്നോണ്ടായിരിക്കും ചിലപ്പോ. ചെയ്ത് നോക്ക്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. നമ്മുടെ ശരീരം ഒന്ന് ഫിറ്റായിരിക്കാൻ, നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഫിറ്റായിരിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടോ? ഉണ്ടാവൂല. പ്രത്യേകിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിലൊട്ടും സംശയിക്കാനില്ല. പിന്നെ വീടുകളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന, വീട്ടു ജോലി അടുക്കള ജോലി മാത്രം ചെയ്യുന്ന ഒരാളാകുന്ന സമയത്ത് അവർക്ക് അതിലൊന്നും അത്ര വലിയ കാര്യമൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ ചിലർ വീട്ടിലിരിക്കുന്നവർ ചെയ്യും കേട്ടോ. സൗന്ദര്യത്തിനോടൊക്കെ ഭയങ്കര ഇതുള്ള ആളുകളൊക്കെ ഉണ്ടാവും, വീട്ടു ജോലി തന്നെ ചെയ്യുകയാണെങ്കിൽ പോലും. നമ്മുടെ ഇവിടെ ഒരു മർമ്മമുണ്ട്. ഈ മർമ്മത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ, ഇത് നല്ലൊരു ഇതാട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് ചുറ്റി കൊടുക്കുക. അത് നല്ലൊരു എക്സസൈസ് ആണ്. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ മൂക്കിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ മൂക്കിൻ്റെ ഈ പാലല്ലേ, ഇത് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് പോകണം. ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ. ഞാൻ അധികം ചെയ്യും ഈ വിരലുകൊണ്ട്. എനിക്കിഷ്ടം ഈ വിരലുകൊണ്ട്. കാരണം വെച്ചാൽ അധികം റഫ്, എൻ്റെ കൈ, ഞാൻ പല ജോലികളും ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കൈ വിരൽ റഫാണ്. അപ്പോൾ ഈ വിരലിന് അത്ര റഫ്നെസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ വിരലെടുക്കാൻ എനിക്ക് താല്പര്യം. പക്ഷെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതാണ് ശരിയായൊരു ഇത്. പക്ഷെ എനിക്ക് റഫ്നെസ് കൊണ്ട് എനിക്ക് ഇതാ തോന്നുന്നത്. ഞാൻ നന്നായിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് കണ്ണിൻ്റെ അടുത്തൊക്കെ അല്ലേ, കണ്ണിൻ്റെ അടുത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ കുറച്ചൊന്ന് ഒരു മയത്തിൽ ചെയ്യുന്നതല്ലേ നല്ലത്. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ കുറേ തവണ ചെയ്യുക. എന്നിട്ട് ഇവിടെ നന്നായിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇവിടെയുള്ള ചുളികളൊക്കെ പോക്കി
പിന്നെ പുരുകൊക്കെ അത്യാവശ്യം നന്നാവും തോന്നും ഇങ്ങനെ ചെയ്താൽ. എനിക്കൊന്നും പുരുക അത്ര നല്ല പുരുകൊന്നുമല്ല. എനിക്ക് പുരുകേ ഇല്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ച് ചെയ്യണം. അങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് വലിച്ച് ചെയ്യാം. അങ്ങനെ കുറെ തവണ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് നമ്മൾ ചെയ്തില്ലേ, ഇവിടെ ഇങ്ങനെ ചെയ്തില്ലേ, ഇനി നമ്മൾ ഇതിലെ കണ്ണിന്റെ തടത്തിൽ കൂടെ പതുക്കെ ഈ വിരലോടെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യണേ, ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ ഈ വിരലുകൊണ്ട് ചെയ്തിട്ട്, പക്ഷെ കണ്ണിന്റെ അടുത്തൊന്നും അധികം നമ്മൾ കളിക്കാൻ പറ്റൂല. നന്നായിട്ട് പതുക്കെ ഒന്ന് ചെയ്താൽ മതി. അധികം അമർത്തി ചെയ്യേണ്ട കണ്ണിന്റെ അടുത്ത്. അങ്ങനെ കുറച്ച് തവണ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മൂക്കൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുക്കുക. ഇപ്പം മഴയായത് കാരണം പുറത്ത് ചിലപ്പം ഇരുടായിരിക്കും, ചിലപ്പം നല്ല വെളിച്ചം ഉണ്ടാവും. വെളിച്ചമായിരിക്കെ പെട്ടെന്ന് അങ്ങ് ഇരുടായി പോകുന്നു. അപ്പം അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ പുറത്ത് നിന്നിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ചെയ്യുന്ന പണിയാണിത്. പുറത്ത് മഴയാണ്, പിന്നെ ഇവിടെ എങ്ങനെ ചെയ്യുക. ഒക്കെ നമ്മൾ ഇവിടം വരെ എത്തിക്കണം അതിൻ്റെ ഇത്. നമ്മളവിടെ ചെയ്യാം. ഇവിടെ എങ്ങനെ സ്ഥലത്ത് തൂങ്ങുകയല്ല, കുറച്ച് നല്ലോണം മുകളിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുക. ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ കവിളിങ്ങനെ ഗുമ്മായിട്ടുണ്ടാവുക അല്ലേ, ഇവിടെ നല്ല ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഒട്ടിയ, ശരിക്കും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിനെക്കാളും നല്ല കുറച്ചൊരു ഒട്ടിയ കവിളല്ലേ നല്ലത്. ഈ നന്നായിട്ട് ഒട്ടിപ്പോയ ആളുകൾ എപ്പോഴും ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യണം. അത് അങ്ങനെ ചെയ്യണം. ആ സ്ഥാനത്ത് കവിള് ഇങ്ങനെയുള്ള ആൾ കാണുന്നത് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഞാനൊന്നും അങ്ങനെ ചെയ്യേണ്ട ആളല്ല. ഞാൻ ആദ്യത്തെ പോലെ ഇത് ചെയ്യേണ്ട ആളാണ്. അപ്പൊ ഓരോരുത്തരുടെ മുഖത്തിന്റെ ഷേപ്പ് അനുസരിച്ച് ഏത് ചെയ്യണം ഓരോരുത്തർക്ക് തീരുമാനിക്കാം. ഇങ്ങനെ വീണ്ടും ബൾജായി നിൽക്കുകയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, ഈ ഭാഗം ഒന്ന് കുറച്ചൊന്ന് ഉള്ളോട്ട്, അതാണെന്ന് ഭംഗിയില്ലേ, ഒന്ന് കുറച്ചൊന്ന് ഉള്ളോട്ട് നിന്നിട്ട് അങ്ങനെ ചെയ്യാം. ചിലർക്ക് ഇഷ്ടം അങ്ങനെ തുടുത്തിരിക്കുന്ന മുഖമായിരിക്കും.
അപ്പൊ അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം എന്താണോ മുഖം, എന്റെ മുഖം എന്തായിരിക്കും ഞാനല്ലേ ആഗ്രഹിക്കുന്നത്, ഞാനല്ലേ ഇഷ്ടപ്പെടുന്നത്, എന്റെ ഇഷ്ടമാണല്ലോ. അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഈ കഴുത്ത് അല്ലേ, ഈ കഴുത്തിൽ ചെയ്ത് കൊടുക്കണം. കഴുത്ത് നമ്മളിങ്ങനെ മുകളിലോട്ട് ചെയ്യണം അല്ലേ, ഇങ്ങനെ കുറെ പ്രാവശ്യം ഇങ്ങനെ മുകളിലോട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിവിടെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു മുമ്പ് നമ്മുടെ ഈ ഏരിയകളൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അല്ലേ. മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഞാൻ പറഞ്ഞ ഞൊളിവുകളൊക്കെ പോവുകയും ചെയ്യും. പിന്നെ വേറൊരു ഗുണം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെന്നാ, ഇവിടെ എന്തെങ്കിലും മുഴകളായിട്ടോ എന്തെങ്കിലും സിസ്റ്റ് വളരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ തടയില്ല. നമ്മളെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരം തന്നെയാണ് എന്തോ നോക്കുന്നത്, കുറച്ച് താഴോട്ടും കൂടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മളാരും കുറ്റപ്പെടുത്തുന്നില്ല, നമ്മുടെ ശരീരമല്ലേ അല്ലേ. നമ്മള് ഇങ്ങനെ പരസ്യമായിട്ട് ഇരിക്കണമെന്നൊന്നുമില്ലല്ലോ. ഞാനിപ്പം പരസ്യമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇത് അധികം താഴോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കൈ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഇവിടെയൊക്കെ ചുളിവുകൾ ഉണ്ടാകുമല്ലോ, അതൊക്കെ ആ ചുളിവുകളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ചെയ്ത് കൊടുത്തിട്ട്, അതുപോലെ തന്നെ ഒന്ന് താഴോട്ടൊക്കെ ഇങ്ങനെ ഇതിലിങ്ങനെ ഷോൾഡറിലേക്ക് നമ്മള് തൊപ്പിലേക്ക് ഒക്കെ അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ പോകാം അല്ലേ. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റും. എന്തെന്നാണ് പറഞ്ഞ്, എന്തെങ്കിലും മുഴകളായിട്ട് വളരുന്നുണ്ടെങ്കിൽ ഈ മുഴകൾ എന്തിൻ്റെതൊക്കെ ആയിരിക്കും, ചിലപ്പോൾ TBക്ക് ആവാം, ചിലപ്പോൾ ക്യാൻസറിൻ്റെതാവാം, ചിലപ്പോൾ ഒന്നും ഉണ്ടാവും, ചിലപ്പോൾ ഷുഗറുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ശരീരത്തിൽ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ ചെറിയ മുഴകളൊക്കെ കുരു പോലെയുള്ള മുഴകളായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. അങ്ങനെ 2-3 തരത്തിലുണ്ട് ഈ മുഴകൾ വളരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, അപ്പൊ ഇവിടെ വെറുതെ ഒരു യോഗ എക്സസൈസ് ചെയ്യുന്ന ഫേസ് യോഗ ചെയ്യുന്ന സമയത്ത് അക്കൂടെ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുപിടിച്ചാൽ ഏറ്റവും നല്ലതല്ലേ. അപ്പൊ നമ്മൾ ശരീരത്തിന്റെ ഈ ഭാഗത്ത് ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് തടഞ്ഞു നോക്കിയിട്ട് അപ്പം തന്നെ കൈയൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ട് ഒന്നൊന്ന് ബ്രസ്റ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും തടിപ്പോ കല്ലിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറെ കാണിക്കണം അല്ലേ. അപ്പൊ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ലാത്ത പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത മുഴകളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പം ബൈ ചാൻസിൽ 1000-ൽ ഒരാൾക്ക് തന്നെയെങ്കിലും ചിലപ്പോ എന്തെങ്കിലും ആണെങ്കിലോ. അപ്പൊ നമ്മളിത് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഗുണവും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിലോ. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കുക കേട്ടോ, എല്ലാവരും ഒന്ന് നോക്കണേ. എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ കാണുന്നത് ഞാൻ കേട്ടത് ഒരു TBന്റെ ഒക്കെ ചെറിയ മുഴകളൊക്കെ അവിടെ വന്നിട്ട് എൻ്റെ അനുഭവത്തിലുണ്ട്. അത് TB ആയി മാറിയിട്ട് TB അസുഖമാണ്, അതെടുത്ത് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാകുന്നത്. അതുപോലെ ഇനിയിപ്പം ചിലപ്പോൾ ക്യാൻസർ ആയിക്കൂടായികയില്ല, TB ആയിക്കൂടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗറൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ചെറിയ മുഴകളൊക്കെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ശരീരത്തിന് എല്ലാ ഭാഗത്തും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം 2 ഗുണമായിക്കോട്ടെ, നമ്മൾ പറയില്ലേ നെയ്യപ്പം തിന്ന 2 കാര്യം ഉണ്ടെന്ന്. അപ്പം അതുപോലെ നെയ്യപ്പം തിന്നത് പോലെ തന്നെ ഈ ഫേസ് യോഗയും ചെയ്യുന്ന സമയത്ത് കൂട്ടത്തിൽ അതൊരു രണ്ടാമത്തെ ഒരു മെച്ചവും കൂടിയായി മാറട്ടെ കേട്ടോ. അപ്പം എല്ലാവരും എക്സസൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ സൗന്ദര്യം, ഒരുപാട് ഭംഗി ഉണ്ടായിട്ടല്ല ഞാനിതൊന്നും ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു എന്താ പറയാ, നമ്മളെ പ്രായത്തിനേക്കാളും കൂടുതൽ നമുക്ക് ശരീരം നമ്മളെ പ്രായം തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മറ്റു ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടുന്ന ഒരു സാധനമാണല്ലോ ഭംഗി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഉള്ള ഭംഗി നമ്മൾ ഇങ്ങനെ ഒരു പ്രായമായ അവസ്ഥയിലേക്കൊന്നും ചുളിവുകളൊന്നുമുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മളുള്ള ശരീരത്തെ നമുക്ക് ഭംഗിയാക്കി എടുക്കാമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. പിന്നെ എല്ലാവരും ഫേസ് യോഗ കാണുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഓക്കെ.